അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള മനസ്സിലൊതുക്കി അങ്ങനെ കൊണ്ടുനടക്കണ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അത് നടക്കൂല വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ആരെയും അറിയിച്ചിട്ട് കാര്യമില്ല, അത് നടക്കൂല എന്ന് നമ്മൾ മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയാതെ മനസ്സിൽ നീറി കൊണ്ടടക്കണ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടാനും പ്രയാസങ്ങളൊക്കെ നീങ്ങാനും നമ്മൾ വിചാരിക്കുന്ന എന്തൊരു കാര്യം നടക്കാനും വേണ്ടിയിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. അതൊക്കെ നമ്മളെ ജീവിതത്തിൽ നടക്കണ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു പൈസൻ്റെ കാര്യത്തിലാണെങ്കിലും തന്നെ നമുക്കിനി ഒരു ഡ്രസ്സ് എടുക്കണം. അങ്ങനെ ഡ്രസ്സ് എടുക്കണമെങ്കിലും തന്നെ നമ്മളത് മറ്റുള്ളവരോട് സമർപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ജോലിയില്ലാത്ത ഒത്തിരി പേരുണ്ട് അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ തന്നെ ഒരുപാട് പേർക്ക് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഈ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വില ഉണ്ടാവുമെന്ന് കുറേ ആൾക്കാർ ഇതിൽ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും പറയണൊക്കെ കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ അവിടെ ഓൾക്ക് അതിലൊരു പവർ ഉണ്ടാവും. എന്നാൽ ജോലി ഇല്ലേ ഓലൊരു താത്തി കെട്ടിക്കൊണ്ടേക്കാരം. പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പണക്കാരന് കല്യാണം കഴിച്ചു കൊടുത്താൽ അപ്പോൾ ഓള് ഒരു ഒന്നുമില്ലാത്ത പെരേന്നാണ്. ഇനിയിപ്പോൾ ഓലങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇനി വീട്ടുകാർ കെട്ടിയ ആൾക്കാരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ടൊരു ഒന്നുമില്ലാത്ത പെരേന്ന് എന്നുള്ളൊരു പറച്ചിലവിടെ വരും അല്ലേ? പിന്നെ എങ്ങനെയെങ്കിലും നീ ഒരു കാലത്ത് നീ അപ്പല്ലെങ്കിലും പിന്നെ ഓൽക്ക് സാമ്പത്തികമായിട്ട് കയറ്റം ഉണ്ടായാൽ അപ്പോൾ സ്വഭാവം മാറും. അങ്ങനെ പല അങ്ങനെ മാറിയോലൊക്കെ ചരിത്രം എന്നല്ല, അങ്ങനെ നടന്ന സംഭവം നമുക്കറിയാം. കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും നമ്മൾ കണ്ടും കേട്ടുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ ഒക്കെ നല്ല വരവോടുകൂടി നമുക്ക് ഇപ്പം അതിൽ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ അറിയുമല്ലോ. അങ്ങനെയാണ് ഓരോരുത്തരുടെ ജീവിതം. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ നമുക്ക് ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സുഖവിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലോ ആഴ്ചയിലോ മാസത്തിലോ ഒന്ന് വന്ന് നോക്കിയെങ്കിൽ തന്നെ അറിയുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഒരു ഹായ് വിട്ടാൽ ഉടനെ അവിടെ എത്തും. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അന്ന് നമ്മൾ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുന്നവരാണ്. അതിലേക്കൊന്നും കൂടുതൽ അതിൻ്റെ ആഴത്തേക്ക് ഇറങ്ങി പറയുന്നില്ല. പക്ഷേ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും ഇതാക്കുമ്പോഴും മെയിനായിട്ട് പറയേണ്ടത് ഔറത്ത് മറക്കണം. നമ്മൾ ഇനി ഡ്രൈവിംഗ് സ്കൂളിൽ ലൈസൻസിനുമായിട്ട് കൊടുത്താൽ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഔറത്ത് മറക്കണം. നമ്മളെ ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തും എന്തും പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിലും ചില കുട്ടികളുണ്ട്. ഇപ്പോൾ ഇന്ന് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിനെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലമാണല്ലോ. പക്ഷേ കയ്യിൽ പൈസ ഇല്ല. ഇനി എന്താ കാട്ടുക? ഒരു ഒത്തും പിടിയില്ല. ലോണുണ്ട്, കടങ്ങളുണ്ട്, ഭയങ്കര ഇടങ്ങേറ് പിടിച്ച ജീവിതമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ല നമുക്കൊരു നമുക്ക് ഓൾക്ക് സഹായിച്ചാൽ നമ്മളെ അടുത്തുള്ള കപ്പാസിറ്റി ഇല്ല ഒക്കെ ഹയറാക്കി കൊടുക്കട്ടെ, നമുക്ക് ദുആ ചെയ്യാം, അല്ലാതെ ഒരു മാർഗ്ഗവുമില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ നമുക്കറിയണ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ദുആ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ദുആ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കട്ടെ.
അപ്പോൾ അവർ അത്രയും അത്രയും സങ്കടപ്പെട്ടിട്ടാണ്, ഒരു പ്രയാസപ്പെട്ട ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോണത്. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. റിസൾട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം +2 കഴിഞ്ഞാൽ അറിയുമല്ലോ ഓരോ കുട്ടികളുടെയും അവസ്ഥ. എന്നാൽ കല്യാണം ഉണ്ടാക്കാൻ അതിനും പണമല്ല. പക്ഷേ അങ്ങനെ കെട്ടിച്ചു കൊടുത്താൽ, +2 കഴിഞ്ഞ ഉടനെ തന്നെ കെട്ടിച്ചു കൊടുത്താൽ അതും ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒന്നിനും ഒരിതില്ലാതെ പാവപ്പെട്ടവന് അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുമല്ലോ നമ്മൾ. അപ്പോൾ നമുക്കൊരു മനസ്സുറപ്പ്, മനസ്സുഖം അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എന്തായാലും ഒരു വേവലാതി ഉണ്ടാവും. ഇപ്പോൾ പാവപ്പെട്ട പേരിൽ നിന്ന് പണക്കാരൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു റിച്ച് ഫാമിലിക്ക് നമ്മൾ കല്യാണം കഴിച്ചു വിടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അവർ നോക്കൂലേ? അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുമോ? നമ്മൾ പച്ച പാവത്തുങ്ങളാണ്, നമ്മൾക്ക് നാട്ടുകാരാണ് നാട്ടുകാരാണ് വിദ്യാഭ്യാസ ചിലവ് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചിലവ് തന്നെ നാട്ടുകാരെടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു സാമ്പത്തികമുള്ള വീട്ടിലേക്ക് ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾക്ക്, അതിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിൽ തോന്നും എൻ്റെ കുട്ടിക്ക് അവിടെ ചെന്നാൽ ഇടങ്ങേറാവുമോ? കാരണം ഒരു ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാനുള്ളതായില്ലേ, നീ ചെന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേവലാതി. ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അത്രക്കും അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ലൈഫ് പറയണത് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ നിറഞ്ഞതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നാരിയത്ത് സ്വലാത്താണ്. നാരിയത്ത് സ്വലാത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നാരിയത്ത് സ്വലാത്ത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാനിത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരിയത്ത് സ്വലാത്ത് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ചൊല്ലി കേൾപ്പിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ സ്ക്രീനിലും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ നമ്മൾ ഓരോ സംഭവങ്ങളും പൊടി തട്ടി നോക്കുമ്പോഴേ നമുക്ക് ഓരോന്നിൻ്റെയും അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്, അത് ചൊല്ലിയാൽ എന്തൊക്കെ പ്രതിഫലം ഉണ്ടെന്ന് അറിയുള്ളൂ. എന്നിട്ട് നമ്മൾ അതുപോലെ പ്രവർത്തിക്കും വേണം. പിന്നെ നമ്മൾ ഒക്കെ ഇങ്ങനെ കണ്ടും കേട്ടും പോയിട്ട് കാര്യമില്ല. നമ്മൾ അതേപടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫലം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ നമുക്ക് അറിയാം, ഇന്നത് ചെല്ലിയാൽ ഇന്നത് കിട്ടും. ഇപ്പം നാരിയത്ത് സ്വലാത്ത് ചെല്ലിയാൽ ഇന്ന മഹത്വം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിൽ പലരും അങ്ങനെ ചെയ്യൂല. അതറിയാം, പക്ഷെ നമ്മൾ ചെയ്യൂല. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ ഉണ്ടോ? അതുണ്ടേനും അങ്ങനെയാണ് നമ്മളിൽ പലരും കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നാരിയത്ത് സ്വലാത്ത് പറയട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ ഇല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിൽ റായിബു വസ്നുൽ ഹവാതിമി വയുസ്തസ്ഖൽ വമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിയദി കുല്ലി മാലൂമിൻ ലക്ക്. അപ്പോൾ ഈ സ്വലാത്തിനെ എല്ലാവർക്കും ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആരെങ്കിലും പ്രധാനമായ ഒരു സംഗതി നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ സ്വലാത്ത് 4444 പ്രാവശ്യം ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തവസ്സുൽ ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹദിയ ചെയ്യുക. എന്നിട്ട് 4444 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ഇന്നാലിന്ന ആവശ്യം നിറവേറാനാണെന്ന് വേണ്ടിയിട്ട് നല്ല നിയ്യത്തോടു കൂടി ഓതിയാൽ ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യം നിറവേറും. അതുപോലെ തന്നെ ആരെങ്കിലും നിസ്കാര ശേഷം 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുകയും മുറിഞ്ഞു പോകാതെ ഒരു വിറുതായി പതിവാക്കുകയും ചെയ്താൽ
ഉന്നതമായ സ്ഥാനങ്ങളും ഐശ്വര്യങ്ങളും അധികാരങ്ങളും വന്നെത്തുന്നതാണ്. അതായത് മുറിഞ്ഞു പോകാതെ ഒരു വെറുതായി പറഞ്ഞാൽ നമ്മളൊരു ഇബാദത്ത് കഴിക്കാണ്ട് ദിവസവും പറഞ്ഞാൽ നമ്മളെ ജീവിതകാലം മുഴുവനും എല്ലാ നിസ്കാര ശേഷം നമ്മൾ മരണം വരെ നിലനിർത്തേണ്ടതാണല്ലോ നമ്മളെ ഇബാദത്തുകൾ, 5 വക്ത് നിസ്കാരങ്ങളൊക്കെ. അപ്പോൾ ആ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, അതും ദിവസവും നമ്മൾ ചൊല്ലിയാൽ, ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെയുള്ള ഫലം നമുക്ക് തന്നെ കാണാൻ കഴിയും. ഉന്നതമായ സ്ഥാനം, ഐശ്വര്യമുള്ള അധികാരങ്ങളൊക്കെ വന്നെത്തും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സുബഹിനു ശേഷം ഇത് 41 പ്രാവശ്യം പതിവാക്കുന്നവരുടെ ഉദ്ദേശം നിറവേറ്റപ്പെടുന്നതാണ്. 41 പ്രാവശ്യം സുബഹിക്ക് ശേഷം എല്ലാ ദിവസവും ചൊല്ലണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇത് പതിവാക്കുന്നവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഉദ്ദേശിച്ചതിലുപരിയായി ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുക തന്നെ ചെയ്യും. നാരിയത്തു സ്വലാത്ത് പറഞ്ഞാൽ തീപ്പാറും വേഗത്തിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുക. അത്രക്കും ഫലവത്തായതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഈ സ്വലാത്തിനെ മുർസലീങ്ങളുടെ എണ്ണം കണക്കെ, അതായത് 313 പ്രാവശ്യം പതിവാക്കിയാൽ അവന് രഹസ്യങ്ങൾ വെളിപ്പെടുകയും അവനുദ്ദേശിക്കുന്നതിൽ നിന്നെല്ലാം മുക്തി നേടുകയും ചെയ്യും. നമ്മളെന്തെങ്കിലും എന്തെങ്കിലും വിപത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടും. അത്രക്കും പവർഫുള്ളാണ് നാരിയത്തു സ്വലാത്തിൻ്റെ മഹത്വം പറയണത്. ഇത് മാത്രമല്ല, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു അദ്കാറിൽ ദിക്റുകളും പ്രാർത്ഥനകളും എന്നുള്ള ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോൾ അത്രക്കും പവർഫുള്ളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. എല്ലാവരുടെയും പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റി സന്തോഷത്തിലാക്കി തരട്ടെ. സന്തോഷവും സമാധാനമൊക്കെ തരട്ടെ. എല്ലാവിധ കാര്യത്തിലും ഐശ്വര്യവും റാഹത്തൊക്കെ തന്ന് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.